പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സുരക്ഷാ ഫ്യൂസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായത്. അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ സുരക്ഷാ ഫ്യൂസിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി കേട്ടു നോക്കുക. വളരെ ചുരുക്കിയിട്ട് ഞാനിവിടെ പറയാം. ഒരു സർക്യൂട്ടിലേക്ക് വരുന്ന അമിതമായ വൈദ്യുതിയിൽ നിന്ന് സർക്യൂട്ടിനെയും ഉപകരണങ്ങളെയും കെട്ടിടത്തിനെയും സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ സുരക്ഷാ ഫ്യൂസ്. അതാണ് അവിടെ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, എങ്ങനെയാണ് സുരക്ഷാ ഫ്യൂസ് അതിന്റെ ധർമ്മം നിർവഹിക്കുന്നത്. സുരക്ഷാ ഫ്യൂസ് എന്ന് പറഞ്ഞ സംവിധാനത്തിലുള്ള പ്രധാനപ്പെട്ട ഭാഗമാണ് ഫ്യൂസ് വയർ. ഓക്കെ, ഫ്യൂസ് വയറിലേക്ക് കൂടിയിട്ട് സാധാരണ രീതിയിൽ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചൂട് ചുറ്റുപാടുകളിലേക്ക് അത് പ്രേഷണം ചെയ്യും, നഷ്ടപ്പെടുത്തും. ചെറിയ ചൂട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ഒരുപാട് താപം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ആ താപം മുഴുവനും വളരെ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് നഷ്ടപ്പെടുത്താൻ അതിന് കഴിയില്ല. അപ്പോൾ ഈ ഉയർന്ന ചൂട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് ഉരുകിപ്പോകുന്നു. ഉരുകിപ്പോകുന്ന സമയത്ത് സർക്യൂട്ടിൽ വിടവുണ്ടാകുന്നു. അങ്ങനെ സർക്യൂട്ടിൽ ഘടിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങളിലേക്ക് അമിതമായ കറണ്ടിനെ കടത്തിവിടാതെ ആ സർക്യൂട്ടിനെ സംരക്ഷിക്കുക എന്നുള്ള ധർമ്മം ആ ഫ്യൂസ് വയർ നിർവഹിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം എങ്ങനെയാണ് ഫ്യൂസ് വയർ ഒരു സർക്യൂട്ടിൽ ബന്ധിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു. എങ്ങനെ ബന്ധിപ്പിക്കണം? ശ്രേണിയായിട്ട് തന്നെ ബന്ധിപ്പിക്കണം. എവിടെ? ഫേസ് ലൈനിൽ ശ്രേണിയായി ബന്ധിപ്പിക്കണം. എങ്ങനെ ബന്ധിപ്പിക്കാൻ പാടില്ല? ഫേസിനും ന്യൂട്രലിനും ഇടയ്ക്ക് സമാന്തരമായിട്ട് ബന്ധിപ്പിക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ ശേഷം നമ്മൾ പറഞ്ഞു ഈ ഫ്യൂസ് വയറിന്, സുരക്ഷാ ഫ്യൂസിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായ ഫ്യൂസ് വയറിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, അത് ടിന്നിന്റെയും ലെഡിന്റെയും ലോഹ സങ്കരമാണ്. രണ്ട്, അതിന്റെ ദ്രവണാകം കുറവായിരിക്കണം. അല്ലേ? എന്തുകൊണ്ട്? കറണ്ട് അമിതമായിട്ട് പോകുമ്പോൾ അത് ഉരുകണം, ഉരുക്കി പൊട്ടണം. ഇന്ന് പോലെ ആവാൻ പാടില്ല. നമ്മുടെ ഹീറ്റിംഗ് ഓയിൽ പോലെ ആവാൻ പാടില്ല. ഹീറ്റിംഗ് ഓയിലിന്റെ ദ്രവണാകം ഒരുപാട് ഉയർന്നതാണ്, അത് ഉരുകാൻ പാടില്ല. ഫ്യൂസ് വയർ ഉരുകണം. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ പറഞ്ഞു അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാവാനുള്ള രണ്ട് കാരണങ്ങൾ: ഷോർട്ട് സർക്യൂട്ട്, ലോഡ് ഷെഡിങ്, ഓവർലോഡിങ്. ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിങ്. അല്ലെ? ഷോർട്ട് സർക്യൂട്ട് എന്താണ്? ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനലുകൾ പരസ്പരം കോണ്ടാക്റ്റിൽ വരിക. എങ്ങനെ? അവിടെ ഒരു പ്രതിരോധം ഇല്ലാതെ. അപ്പൊ എന്ത് സംഭവിക്കും? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് അമിതമായ വിദ്യുത പ്രവാഹം ഒഴുകും. ഞാൻ അതിന് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെയെന്ന്. ഒരു ടാങ്കിന്റെ അടിഭാഗം ഫുള്ള് ഓപ്പൺ ആക്കി എന്ത് സംഭവിക്കും? അതിൽ ഫുള്ള് വെള്ളമുണ്ട്, മറ്റടിക്ക് വെള്ളമൊക്കെ അങ്ങനെ ഒഴുകിപ്പോകും. അതുപോലെ സെല്ലിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി കറണ്ട് ആ വയറിലേക്ക് കൂടി ഒഴുകും. തടസ്സമൊന്നുമില്ല, വഴിയിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വന്നതാണ്. അപ്പോൾ അവിടെ അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. അതാണ് ഷോർട്ട് സർക്യൂട്ട്. അല്ലെങ്കിലോ മെയിൻസിലെ, അതായത് മെയിൻസിലെ രണ്ട് വയറുകൾ ഫേസും ന്യൂട്രലും പരസ്പരം കോണ്ടാക്റ്റിൽ വരുന്നു. ഇൻസുലേഷൻ ഇല്ലാതെ പരസ്പരം സമ്പർക്കത്തിൽ വരുന്നു. പല രീതിയിൽ വരാം. ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പുറത്ത് വെച്ചിട്ട് പോസ്റ്റിൽ രണ്ട് വയറുകൾ പരസ്പരം കൂട്ടിമുട്ടുക. അല്ലെങ്കിലോ നമ്മുടെ വീടുകളിൽ വയറിംഗ് ആക്കിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഫേസ് ന്യൂട്രലും ഉണ്ട്. അതിൽ ഇൻസുലേഷൻ തകരാറ് വഴി ഫേസ് ന്യൂട്രലും പരസ്പരം ബന്ധിപ്പിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വണ്ണം കൂടും, പ്രതിരോധം കുറയും, ഒരുപാട് കാരണം ഒഴുകി വരും. ഇതാണ് ഷോർട്ട് സർക്യൂട്ട്. ഇനി എന്താണ് ഓവർലോഡിങ്? ഓവർലോഡിങ് എന്ന പേര് തന്നെ ഉണ്ട്, ലോഡ് ഓവർ ആവുക. ഓരോ സെക്ഷൻ സർക്യൂട്ടിലും, ഓർമ്മയില്ലേ? സെക്ഷൻ സർക്യൂട്ടിലാണ് നമ്മൾ എന്ത് വെച്ചിട്ടുള്ളത്? ശാഖാ സർക്യൂട്ടിലാണ് എന്ത് വെച്ചിട്ടുള്ളത്? വിലപിടിപ്പുള്ള ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അല്ലെ? ഓരോ സെക്ഷൻ സർക്യൂട്ടിലേക്കും ഒഴുകി വരാവുന്ന കറണ്ടിന് ഒരു പരിധിയുണ്ട്. അത് ആ സെക്ഷൻ സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങളുടെ പവർ പോലെയാണ്. നമ്മൾ പറയും പവർ എന്താണെന്ന് നമ്മൾ പിന്നീട് പറയും കേട്ടോ. അപ്പോ ഒരു സെക്ഷൻ സർക്യൂട്ടിൽ, അതായത് ഒരു റൂമില് ഒരു ഫാനും ഒരു ബൾബും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആ രണ്ടെണ്ണത്തിന് ആവശ്യമായിട്ടുള്ള കറണ്ട് മാത്രമേ അവിടെ ഉപയോഗിച്ചിട്ടുള്ള വയറിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ള കമ്പിയിൽ കൂടിയിട്ട് കടന്നു വരുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, ആ രണ്ടെണ്ണത്തിന് ആവശ്യമായ കറണ്ട് മാത്രമേ അതിലെ കൂടി ഒഴുകി വരാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ അത് 5 ആമ്പിയർ ആണ് എന്ന് വിചാരിക്കുക.
ഇനി നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഒരു മൾട്ടി പിൻ സോക്കറ്റ് വെച്ചിട്ട് അവിടെ പല പവറിലുള്ള ഉപകരണങ്ങൾ ഒന്നിച്ച് പ്രവർത്തിപ്പിക്കുന്നു. അവിടെ കൊണ്ടുവന്നിട്ട് ഇസ്തിരി പെട്ടി വെച്ചു, പിന്നെ മൊബൈൽ ഫോൺ കണക്ട് ചെയ്തു, കമ്പ്യൂട്ടർ വെച്ചു, എന്നിട്ട് എല്ലാം ഓരോന്നായിട്ടല്ല എല്ലാം ഒരുമിച്ചൊക്കെ പ്രവർത്തിപ്പിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഈ അഡീഷണൽ ആയിട്ട് അധികമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ഈ ഉപകരണങ്ങൾക്ക് പ്രവർത്തിക്കാൻ എന്ത് വേണം? കൂടുതലായിട്ട് കറണ്ട് വേണം. അതിലെ കൂടി 5 ആമ്പിയറേ വരുന്നുള്ളൂ. 5 ആമ്പിയർ ആർക്ക് വേണം? ഫാനിനും ബൾബിനും വേണം. ബാക്കിയുള്ളവർക്ക് കൂടി കറണ്ട് വേണ്ടേ? അപ്പൊ അതിന്റെ ആ ഊർജ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് സർക്യൂട്ടിലേക്ക് അമിതമായ കറണ്ട് അങ്ങ് ഒഴുകി വരും. ഓക്കെ, അപ്പൊ ഒരേ സമയം ഒരുപാട് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് വഴി അമിതമായ വൈദ്യുതി ഒഴുകി വരുന്നതിന് പറഞ്ഞ പേരാണെന്ത്? ഓവർലോഡിങ്. ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി ആ ഫ്യൂസിന്റെ കുറച്ച് തുടർച്ചയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്യൂസിന്റെ സുരക്ഷാ ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഫ്യൂസ് വയർ മാത്രമല്ല, ഈ സുരക്ഷാ ഫ്യൂസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അത് നമുക്ക് പഠിക്കാനില്ല, പക്ഷെ ഒരു ആവശ്യത്തിന് അടുത്തൊരു കാര്യം പറയാൻ വേണ്ടി നമുക്കിത് ആവശ്യമാണ്. ഓക്കെ, ഈ സുരക്ഷാ ഫ്യൂസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് ഇതാ. ഇത് കാണാത്തവരായിട്ട് ആരുണ്ടാവില്ലല്ലോ, നമ്മുടെ മെയിൻ സ്വിച്ച് അല്ലേ? ഈ മെയിൻ സ്വിച്ചിന്റെ ഉള്ളിൽ ഫ്യൂസ് ഉണ്ട്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് കാണിച്ചു തരാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ കണ്ട ഇതിൽ 2 ഫ്യൂസുകൾ സുരക്ഷാ ഫ്യൂസുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? ഇതാണ് 2 സുരക്ഷാ ഫ്യൂസുകൾ. ഈ 2 ഇത് സുരക്ഷാ ഫ്യൂസുകളാണ്. ഇതൊരു സുരക്ഷാ ഫ്യൂസ്, ഇതൊരു സുരക്ഷാ ഫ്യൂസ്. അപ്പൊ ഇതിൽ എന്തെല്ലാം ഉണ്ട് നിങ്ങൾ നോക്കിയേ. കണ്ട ഒരു ബ്ലോക്ക്, കണ്ട ഒരു ബ്ലോക്ക്. ഈ ബ്ലോക്കിന്റെ പേരാണ് പോർസലൈൻ ബ്ലോക്ക്. എന്തോ പോർസലിൻ ബ്ലോക്ക്, പോർസലൈൻ ബ്ലോക്ക്. അപ്പോ സുരക്ഷാ ഫ്യൂസിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഒരു പോർസലൈൻ ബ്ലോക്ക്. കാണുന്നുണ്ടല്ലോ മക്കളെ, മനസ്സിലാകുന്നുണ്ടല്ലോ. എന്തിനാണ് അത് നമുക്ക് പറയാതെ. ഓക്കെ, അപ്പോ ഇതാ നോക്ക്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫേസ് ന്യൂട്രല്, ഫേസ് ന്യൂട്രല്. ഓക്കെ, ഈ 2 ആദ്യം പോകുന്നതിലേക്കാണ് മെയിൻ സ്വിച്ച്, സോറി മീറ്ററിലേക്കാണ്. മീറ്റർ കഴിഞ്ഞ് ഈ 2 നമ്മൾ എവിടേക്ക് കൊണ്ടുപോകും? മെയിൻ സ്വിച്ചിലേക്ക് കൊണ്ടുപോകും. ഇതിന്റെ അടുക്കാണ് നമ്മൾ എന്ത് വെക്കുന്നത്? ഇതിന്റെ അടുക്ക്, ഈ 2 അടുക്ക് ഫേസിലാണ് നമ്മൾ സുരക്ഷാ ഫ്യൂസ് ബന്ധിപ്പിക്കാറുള്ളത്. ഇതിന്റെ അടുക്കാണ് സുരക്ഷാ ഫ്യൂസ് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, ഇതാ മെയിൻ സ്വിച്ച് കണ്ടല്ലോ, ഇതാണ് മെയിൻ സ്വിച്ച്. ഓക്കെ, അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ ഫേസ് കൊണ്ടുവരും. ഫേസ് ന്യൂട്രൽ ഇതിന്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ കൊണ്ടുവരും. കാണണേ. അപ്പോ ഈ ഫേസ് വയർ ഇതിന്റെ ഉള്ളിലേക്ക് കൂടി വന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ആ ഹോളിന്റെ ഉള്ളിലേക്ക് കൂടി ഇടും. ഓക്കെ, അതായത് ഇങ്ങനെ ഇപ്പോ ഇതാണ് നമ്മുടെ പോർസലിൻ ബ്ലോക്ക്. ഈ ബ്ലോക്കിന്റെ ഉള്ളിൽ, ഈ പോർസലിൻ ബ്ലോക്കിന്റെ ഉള്ളിൽ 2 ടെർമിനൽ ഉണ്ട്. കണ്ട, ഇതാണ് ഒരു ടെർമിനൽ, ഇതാണ് രണ്ടാമത്തെ ടെർമിനൽ. ടെർമിനൽ 1, ടെർമിനൽ 2, ടെർമിനൽ 1, ടെർമിനൽ 2. ഓക്കെ, ഇതാണ് 2 ടെർമിനൽ. ഈ ടെർമിനലിലേക്ക് ഫേസ് വയർ ബന്ധിപ്പിക്കും. എന്നിട്ട് ഈ ടെർമിനലിൽ നിന്ന് പുറത്തേക്ക് വരും. അതിന്റെ അടുത്തൊരു വിടവാണുള്ളത്. ആ വിടവിലാണ് ഫ്യൂസ് വയർ എന്ന് പറയുന്ന വയർ ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ പോർസലിൻ ബ്ലോക്ക് ഇവിടെ വെച്ചു. പോർസലിൻ ബ്ലോക്കിന്റെ 2 ടെർമിനൽ, ആ ടെർമിനലുകൾ, ടെർമിനൽ മീൻസ് അറ്റം, ഇവിടെ ഫേസ് ബന്ധിപ്പിച്ചു, ഇവിടെ ഫേസ് ബന്ധിപ്പിച്ചു. ഓക്കെ, ഇതേത് വയറാ? കോപ്പർ വയർ, ചെമ്പ് കമ്പിയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ഓപ്പണിങ് കണ്ട, ഒരു വിടവ് കണ്ട, അവിടെ എന്ത് വെക്കണം? ഫ്യൂസ് വയർ വെക്കണം. സപ്പോസ് ഇതാണ് ഫ്യൂസ് വയർ എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഫ്യൂസ് വയറിന്റെ ഒരറ്റം ഇവിടെ ബന്ധിപ്പിക്കുന്നു. ഇപ്പൊ ഇവിടെ കറണ്ട് പോകില്ലടോ, എന്തുകൊണ്ട്? സർക്യൂട്ട് ഓപ്പൺ അല്ലേ. അപ്പോ ഞാൻ ഇതിന്റെ ഒരറ്റം ഇവിടെ ബന്ധിപ്പിച്ചു എന്ന് വിചാരിക്കുക. എന്റെ കൈ കൊണ്ട് ബന്ധിപ്പിച്ചു. മറ്റേ അറ്റം ഞാൻ ഇവിടേക്ക് ബന്ധിപ്പിച്ചു. എന്താകും? ഞാൻ ബാക്കിയാകോ? ഇല്ല. എന്ത്? ഞാൻ ഇങ്ങനെ ബന്ധിപ്പിക്കുമ്പോൾ, ഇവിടെ ബന്ധിപ്പിച്ചിട്ട് മറ്റേ അറ്റം ഇവിടെ ബന്ധിപ്പിക്കുമ്പോൾ എന്റെ കൈ സർക്യൂട്ടുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നില്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? കറണ്ട് എന്റെ ബോഡിയിലേക്ക് കൂടി പോകും. അപ്പൊ ഇങ്ങനെ പോർസലൈൻ ബ്ലോക്കിലേക്ക്
ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പോർസലിൻ ബ്ലോക്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഫ്യൂസ് വയർ ബന്ധിപ്പിക്കുന്നത് അപകടകരമാണ്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വസ്തു. ഇതിന്റെ പേരാണ് പോർസലൈൻ കാരിയർ. എന്താണ്? പോർസലൈൻ കാരിയർ അല്ലെങ്കിൽ പോർസലൈൻ ബ്രിഡ്ജ്. ഇതാണ് രണ്ടാമത്തെ ഭാഗം, പോർസലൈൻ കാരിയർ അല്ലെങ്കിൽ പോർസലൈൻ ബ്രിഡ്ജ്. ഓക്കെ, ഇതാണ് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന് കണ്ട രണ്ട് അറ്റങ്ങൾ കണ്ട രണ്ട് ടെർമിനൽ. ഈ ടെർമിനലിന്റെ ഇടയിലായിട്ട് ഫ്യൂസ് വയർ നമ്മൾ ബന്ധിപ്പിക്കും. ഈ രണ്ട് ടെർമിനലിന്റെ ഇടയിലായിട്ട് ഫ്യൂസ് വയർ നമ്മൾ ബന്ധിപ്പിച്ചു. ഓക്കെ, അപ്പൊ എന്നിട്ട് ഇതിനെ എടുത്തിട്ട് ഈ പോർസലൈൻ ബ്രിഡ്ജിനെ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്യും. അങ്ങനെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ഈ ടെർമിനൽ ഇവിടെ കോണ്ടാക്ട്, ഈ ടെർമിനൽ ഇവിടെ കോണ്ടാക്റ്റിൽ വരും, ഈ ടെർമിനൽ ഇവിടെ കോണ്ടാക്റ്റിൽ വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ രണ്ട് ടെർമിനൽ, ഈ ടെർമിനൽ ഇവിടെയും ഈ ടെർമിനൽ ഇവിടെയും ബന്ധിപ്പിച്ചില്ലേ? അപ്പൊ എന്താവും? ഈ രണ്ട് ടെർമിനലിന്റെ ഇടയിൽ എന്ത് വരും? നമ്മുടെ ഫ്യൂസ് വയർ വരും. അപ്പൊ സർക്യൂട്ട് എന്തായി? കംപ്ലീറ്റ് ആയി, പൂർത്തിയായി. ഇനി ഇതിലേക്ക് കറണ്ട് പോകും. അപ്പൊ ഇതെന്തിനാണ് ഈ സംവിധാനം? എന്തിനാണ്? ഫ്യൂസ് വയറിന് അല്ലെങ്കിൽ ഫ്യൂസിനെ സുരക്ഷിതമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനം. ഓക്കെ, അപ്പൊ നമ്മള് ഒന്നുകൂടി കാണിക്കാം. ഇതാണ് പോർസലിൻ ബ്ലോക്ക്. പോർസലിൻ ബ്ലോക്കിൽ രണ്ട് ടെർമിനൽ ഉണ്ട്. ആ ടെർമിനലിൽ മുകളിലേക്കാണ് ഫേസ് വയർ ബന്ധിപ്പിക്കുന്നത്. എന്നിട്ട് താഴെ കൂടി പുറത്ത് കൊണ്ടുവരും. അപ്പൊ അതിന്റെ ഇടയിൽ ഓപ്പണിംഗ് ഉണ്ടാവും. ആ ഓപ്പണിംഗ് ഉള്ളത് കൊണ്ട് ആ സർക്യൂട്ടിലൊരു വിടവുണ്ട്. ആ വിടവ് നികത്തുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഫ്യൂസ് വയർ ഉപയോഗിച്ചിട്ടാണ്. ആ ഫ്യൂസ് വയറിനെ സുരക്ഷിതമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോർസലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ പോർസലിൻ കാരിയർ എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്യാം. ഇപ്പൊ ഫ്യൂസ് വയർ അവിടെ കോണ്ടാക്റ്റിൽ വന്നു. ഇനിയോ അമിതമായ കറണ്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ? അമിതമായ കറണ്ട് വരുമ്പോൾ ഈ ഫ്യൂസ് വയർ കട്ടാവും. ഇത് ഓപ്പൺ, ഇത് പൊടിപ്പോ ഉരുകിപ്പോ. ഓക്കെ, അതായത് ഇത് കട്ടാവും. അപ്പൊ നമ്മൾ സാധാരണ കറണ്ട് പോയാൽ ഫ്യൂസ് ഊരിയിട്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഊരിയിട്ട് പരിശോധിക്കും. അപ്പൊ ഇത് കട്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? വേറെ ഫ്യൂസ് വയർ ഇവിടെ ബന്ധിപ്പിച്ചിട്ട് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ഇത്രയാണ്. അപ്പൊ ഇത് പോർസലിൻ ബ്ലോക്ക്, പോർസലിൻ കാരിയർ. മൂന്നാമത്തെ ഭാഗമാണ് ഫ്യൂസ് വയർ. മൂന്നാമത്തെ ഭാഗമാണ് ഫ്യൂസ് വയർ. ഈ മൂന്നെണ്ണം ചേർന്നാലാണ് സുരക്ഷാ ഫ്യൂസ് ആകുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഫ്യൂസ് വയർ സർക്യൂട്ടിൽ ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫ്യൂസ് വയറിനെ സർക്യൂട്ടിൽ ബന്ധിപ്പിക്കുമ്പോൾ, അതായത് ഫ്യൂസ് വയറിനെ ഒരു സർക്യൂട്ടിൽ ബന്ധിപ്പിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്നാമത്തെ കാര്യം, ഫ്യൂസ് വയറിന്റെ അഗ്രങ്ങൾ യഥാസ്ഥാനത്ത് ദൃഢമായി ബന്ധിപ്പിക്കണം. ഈ ടെർമിനലിന്റെ ഉള്ളിൽ ഈ രണ്ട് ടെർമിനൽ ഉണ്ടല്ലോ, ഈ ടെർമിനലിന്റെ അടുക്ക് സ്ട്രോങ് ആയിട്ട് ബന്ധിപ്പിക്കണം, നല്ലതുപോലെ കെട്ടിട്ട് വെക്കണം. ഓക്കെ, രണ്ടാമത്തത്, ഈ ഫ്യൂസ് വയർ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ചില ആൾക്കാർ കുറെ നീളമുള്ളത് ഉപയോഗിക്കും. അപ്പൊ എന്താണെന്ന് അറിയാവോ? ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയാവോ? ചില ആൾക്കാർ ശ്രദ്ധിച്ചു പോവാത്തൊരു കാര്യമുണ്ട്. ഇതിന്റെ നീളം കൂടിയാൽ ചിലപ്പോൾ ഈ ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കും. ഫ്യൂസ് വയറിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഫ്യൂസ് കുറച്ച് ഭാഗം ഉള്ളിലേക്ക് തള്ളിക്കാൻ പാടില്ല. ഇത് ഫുൾ ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ നിൽക്കണം. പുറത്തേക്ക് തള്ളി നിന്നാൽ എന്താണെന്ന് അറിയാവോ? പിന്നൊരു സമയത്ത് നിങ്ങൾ ഇതിനെ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ എങ്ങാനും ഇതിൽ പണിയെടുക്കുന്നു വിചാരിക്കുക. അപ്പൊ അറിയാതെ എങ്ങാനും ഫ്യൂസ് വയറുമായിട്ട് കൈ കോണ്ടാക്റ്റിൽ വന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിലെ കൂടിയിട്ട് അമിതമായ നമ്മുടെ കൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി എന്ന് വെച്ചാൽ നല്ലൊരു ചാലകമാണ്.
നമ്മുടെ ബോഡിയിലേക്ക് കൂടി കറണ്ട് നേരെ ഭൂമിയിലേക്ക് പോകും, ഒന്നായിട്ട് ഷോക്ക് ഏൽക്കും. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? വളരെ ശക്തമായിട്ടുള്ള വൈദ്യുതാഘാതം ഏൽക്കാനും കാരണമായി തീരാം. സോ ഒരു കാരണവശാലും ഫ്യൂസ് വയർ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ ഫ്യൂസ് വയർ കാരിയർ ബേസ്, അതായത് നമ്മുടെ പോർസലിൻ കാരിയർ, ഇതിന്റെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കാൻ പാടില്ല. ഇപ്പൊ രണ്ട് കാര്യങ്ങളായി. ഒന്ന്, ഇതിന്റെ ടെർമിനലിന്റെ അടുക്കാൻ സ്ട്രോങ് ആയിട്ട് ദൃഢമായിട്ട് ബന്ധിപ്പിക്കണം. പിന്നെന്താണ്, ഒരിക്കലും ഇത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കാൻ പാടില്ല. രണ്ട് കാര്യം. മൂന്നാമത്തത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പറയാൻ വന്ന മൂന്നാമത്തെ കാര്യം, ശരിയായ ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ തന്നെ ഫ്യൂസ് വയർ ആയിട്ട് ഉപയോഗിക്കണം. ഫ്യൂസ് വയറിന് കൃത്യമായ ആംബിയറേജ് ഉണ്ടാവണം. അപ്പൊ നമ്മളൊരു പുതിയൊരു ടേം കേട്ടു, ആംബിയറേജ്. എന്താണ് ഈ ആംബിയറേജ്? നമുക്ക് അതിനകത്ത് അടുത്തത് പറയാം. എന്താണ് ഫ്യൂസ് വയറിന്റെ ആംബിയറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ എന്താണ് ആംബിയറേജ് നോക്കാം. ഈ ആംബിയറേജ് എന്നുള്ളത് ഫ്യൂസ് വയറിന് മാത്രം പറയുന്ന ഒരു സംഗതിയല്ല. ആംബിയറേജ് എന്നുള്ളത് എല്ലാ ഉപകരണത്തിനും, എല്ലാ വൈദ്യുത ഉപകരണത്തിനും ആംബിയറേജ് എന്ന് പറയുന്ന ഒരു അളവുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ നന്നായി ശ്രദ്ധിക്കണം. ഒരു വൈദ്യുതോപകരണത്തിലേക്ക് കൂടി കറണ്ട് കടന്നു പോയാലേ വൈദ്യുതോപകരണം പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയാം. കറണ്ട് കടന്നു പോയില്ല എന്നുണ്ടെങ്കിൽ വൈദ്യുതോപകരണം പ്രവർത്തിക്കില്ല. നമ്മുടെ വീട്ടിൽ ഫാൻ കൊണ്ടെന്ന് വെച്ചു, കറണ്ട് കടന്നു പോയില്ല എന്നുണ്ടെങ്കിൽ അത് കറങ്ങാൻ പറ്റുക ഇല്ല. കറണ്ട് കടന്നു പോയില്ല എന്നുണ്ടെങ്കിൽ, കറണ്ട് എന്താ പറയുക ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്സിക്ക് പ്രവർത്തിക്കാൻ പറ്റുക ഇല്ല. ഏതൊരു വൈദ്യുതോപകരണത്തിന് ആ പേര് തന്നെയുണ്ട്, വൈദ്യുതോപകരണമാണ് എങ്കിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് വൈദ്യുതോർജ്ജം വേണം. ആണല്ലോ. ഇനി ഒരു വൈദ്യുതോപകരണത്തിലേക്ക് കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ ആ ഒഴുകാൻ പറ്റുന്ന കറണ്ടിന് ഒരു അളവുണ്ട്. ഒരുപാട് കറണ്ട്, തോന്നിയ പോലെ കറണ്ടൊന്നും അതിലേക്ക് കൂടി കടത്തി വിടാൻ പാടില്ല. ഒഴുകാൻ പറ്റുന്ന കറണ്ടിനൊരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം കറണ്ട് അതിലേക്ക് കൂടി കടന്നു പോയാൽ ഉപകരണം നശിച്ചു പോകും, അത് കേടാകും. ഇങ്ങനെ ഒരു ഉപകരണത്തിലേക്ക് കൂടി കടന്നു പോകാൻ പറ്റുന്ന, കേടുപാട് സംഭവിക്കാതെ, നാശനഷ്ടം സംഭവിക്കാതെ ഒരു ഉപകരണത്തിലേക്ക് കൂടി കടന്നു പോകാൻ പറ്റുന്ന വൈദ്യുതിയുടെ പരമാവധി അളവാണ് അതിന്റെ ആംബിയറേജ്. ഇതാണ് ആംബിയറേജിന്റെ നിർവചനം. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ പറ്റില്ല. അപ്പൊ എന്താണ് നിർവചനം? എന്താണ്? ഒരു വൈദ്യുതോപകരണത്തിലേക്ക് കൂടി കടന്നു പോകാൻ പറ്റുന്ന വൈദ്യുതിയുടെ പരമാവധി അളവ്, അതാണ് ആംബിയറേജ്. അപ്പൊ ആംബിയറേജ് എന്താണ്? കറണ്ട് തന്നെയാണ്. ആംബിയറേജ് എന്ന് പറഞ്ഞ കറണ്ട് തന്നെയാണ്. ഏത് കറണ്ട്? എല്ലാ കറണ്ടും അല്ല, കടന്നു പോകാൻ പറ്റുന്ന പരമാവധി കറണ്ടാണ് ആംബിയറേജ്. ഓക്കെ. ഇനി ഒരു വൈദ്യുതോപകരണത്തിന്റെ ആംബിയറേജ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആംബിയറേജ് സമം ആ വൈദ്യുതോപകരണത്തിന്റെ പവർ ബൈ ആ വൈദ്യുതോപകരണത്തിന് കൊടുക്കുന്ന വോൾട്ടേജ്. അപ്പൊ ആംബിയറേജ് സമം വൈദ്യുതോപകരണത്തിന്റെ പവർ ബൈ വൈദ്യുതോപകരണത്തിന് കൊടുക്കുന്ന വോൾട്ടേജ്. അപ്പൊ ഇന്നലെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ നിർവചനം അതോമാണ്. എന്താണ്? ഒഴുകാൻ പറ്റുന്ന പരമാവധി കറണ്ടിന്റെ അളവ്. അപ്പൊ അത് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്? പവർ ബൈ വോൾട്ടേജ്. പവർ എന്താണെന്ന് കുറച്ച് ഇനി പറയാനുണ്ട്. വൈദ്യുതോപകരണത്തിന്റെ പവർ പറയാനുണ്ട്. ഫോർ എക്സാമ്പിൾ 20 വാട്ടാണ് ഒരു വൈദ്യുതോപകരണത്തിന്റെ പവർ എന്ന് വിചാരിക്കാം. 20 വാട്ടിൽ ഒരു വൈദ്യുതോപകരണം പ്രവർത്തിക്കുന്നു. അത് ഏതൊരു വൈദ്യുതോപകരണത്തിനും അതിന്റെ പവർ എഴുതി വെച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു വൈദ്യുതോപകരണത്തിൽ 20 വാട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം അത് പ്രവർത്തിക്കേണ്ട പരമാവധി പവറാണ് 20 വാട്ട്. അതിനേക്കാൾ കൂടിയ പവറിൽ അത് പ്രവർത്തിക്കാൻ പാടില്ല. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഒരു ബൾബ് അതിൽ 20 വാട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്.
20 വാട്ടിൽ അത് പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് പ്രകാശം കിട്ടും. ചിലപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ പവറിലാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അതിന്റെ പ്രകാശ തീവ്രത കുറയും. അതേസമയം ഇതിനേക്കാൾ കൂടിയ പവറിൽ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ബൾബ് ഫ്യൂസായി പോകും, പൊട്ടിപ്പോകും. അപ്പൊ ഏതൊരു വൈദ്യുതോപകരണവും അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പവറിലാണ് പ്രവർത്തിക്കേണ്ടത്. അതായത് രേഖപ്പെടുത്തിയിരിക്കുന്ന പവറിലാണ് അത് പരമാവധി പ്രവർത്തിക്കേണ്ടത്. അതിനേക്കാൾ കൂടിയ പവറിൽ അത് പ്രവർത്തിക്കാൻ പാടില്ല. അതിനേക്കാൾ കുറഞ്ഞ പവറിൽ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് അത് കുറച്ചേ കിട്ടുള്ളൂ. ഇപ്പൊ ഫാൻ ആണെങ്കിൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പവറിൽ പ്രവർത്തിച്ചാൽ നമുക്ക് അതിൽ നിന്ന് പരമാവധി കാറ്റ് കിട്ടും. അതിനേക്കാൾ കുറഞ്ഞ പവറിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ കാറ്റ് കുറയും. അതിനേക്കാൾ കൂടിയ പവറിൽ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് ചൂടായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വയറിംഗ് ഒക്കെ കത്തിപ്പോകും. അപ്പോൾ ഇവിടെ ഈ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വൈദ്യുതോപകരണം പ്രവർത്തിക്കേണ്ട പരമാവധി പവറാണ്. അപ്പോൾ അതിന് കൊടുക്കുന്ന വോൾട്ടേജ് ആണ് ഇത്. അപ്പൊ പരമാവധി പവർ ബൈ വോൾട്ടേജ്, അതാണ് അതിലേക്ക് കൂടി ഒഴുകുന്ന പരമാവധി കറണ്ട്. ആ പരമാവധി കറണ്ട് ആണ് ആംപിയറേജ്. നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ആംപിയറേജ് ആക്ച്വലി എന്ത് തന്നെയാണ്? കറണ്ട് തന്നെയാണ്. ഏത് കറണ്ട്? ഒഴുകാൻ പറ്റുന്ന പരമാവധി കറണ്ട്. സോ അപ്പൊ ആംപിയറേജ് നമുക്ക് ഐ ഉപയോഗിച്ചിട്ട് കാണിക്കാം. ഐ സമം പി ബൈ വി. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഒന്നുകൂടി ആംപിയറേജ് പറ. എന്താണ്? ഒരു വൈദ്യുതോപകരണത്തിലെ കൂടി ഒഴുകാവുന്ന പരമാവധി കറണ്ട് ആണത്. അത് എങ്ങനെ കണ്ടുപിടിക്കാം? വൈദ്യുതോപകരണത്തിന്റെ പവർ ബൈ വൈദ്യുതോപകരണത്തിന് നൽകുന്ന വോൾട്ടേജ്. ഐ സമം പി ബൈ വി. അതിനെ വേറൊരു രീതിയിൽ കൂടി പറയാം. ആക്ച്വലി ആംപിയറേജ് വന്നത് എങ്ങനെയാണെന്ന് അറിയോ? അതിന്റെ യൂണിറ്റ് എന്താ? ആംപിയർ. ആംപിയറിന് ആംപിയറേജ് എന്നാണ്. ആംപിയറേജ് എന്നുള്ളതിന് ഇങ്ങനെ പറയാം. ആംപിയറേജ് സമം പവറിന്റെ യൂണിറ്റ് എന്താ? വാട്ട്. വാട്ടേജ് ബൈ വോൾട്ടേജ്. ആംപിയറേജ് സമം വാട്ടേജ് ബൈ വോൾട്ടേജ്. ക്ലിയറായോ? അപ്പൊ അത് ഏതൊരു ഉപകരണത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ആംപിയറേജ് ഉണ്ട്. ഇനി നമുക്ക് ഫ്യൂസ് വയറിന്റെ ആംപിയറേജ് എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞുകൊണ്ടുള്ള എന്താണ്? ഫ്യൂസ് സർക്യൂട്ടിൽ ബന്ധിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ രണ്ടെണ്ണം പറഞ്ഞു. മൂന്നാമത്തത് ശരിയായ ആംപിയറേജിലുള്ള ഫ്യൂസ് വയർ തന്നെ ഉപയോഗിക്കണം. അപ്പൊ എന്താണ് ഫ്യൂസിന്റെ ആംപിയറേജ്? ഫ്യൂസിന്റെ ആംപിയറേജ് അതിന്റെ വേറൊരു പേരാണ് ഫ്യൂസ് റേറ്റിംഗ്. ഫ്യൂസിന്റെ ആംപിയറേജ്, ഫ്യൂസ് റേറ്റിംഗ്. ആ ഡെഫിനിഷൻ പ്രകാരമാണെങ്കിൽ, നിർവചന പ്രകാരമാണെങ്കിൽ ഫ്യൂസിന് കേട് സംഭവിക്കാതെ ഫ്യൂസിലേക്ക് കൂടി ഒഴുകാവുന്ന പരമാവധി കറണ്ട്. ഫ്യൂസിന് എങ്ങനെ കേട് സംഭവിക്കുക? അമിതമായ കറണ്ട് വരുമ്പോൾ ഫ്യൂസ് വയർ ഉരുകി പൊട്ടുക. അപ്പൊ ഉരുകി പൊട്ടാതെ ഫ്യൂസ് വയറിലേക്ക് കൂടി ഒഴുകാവുന്ന പരമാവധി കറണ്ട് ആണ് ഫ്യൂസിന്റെ ആംപിയറേജ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ഫ്യൂസിന്റെ ആംപിയറേജ് 5 ആംപിയർ എന്ന് വിചാരിക്കാം. അതിന്റെ അർത്ഥം എന്താ? ആ ഫ്യൂസ് വയറിലേക്ക് കൂടി 5 ആംപിയർ കറണ്ട് വരെ സുഖമായിട്ട് കടന്നു പോകും. 5നേക്കാൾ കൂടിയ കറണ്ട് പോകുമ്പോൾ എന്താവും? അത് പൊട്ടിപ്പോകും. അപ്പൊ ആംപിയറേജ് 5 ആംപിയർ എന്ന് പറഞ്ഞാൽ 5 ആംപിയർ വരെ പരമാവധി കടന്നു പോവാം. 5നേക്കാൾ കൂടുതലായാൽ അമിതമായ താപം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ട് ആ ഫ്യൂസ് പൊട്ടിപ്പോകും. അപ്പൊ ഫ്യൂസിന്റെ ആംപിയറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ്യൂസ് വയർ ഉരുകി പൊട്ടാതെ ഫ്യൂസിൽ കൂടി ഒഴുകാവുന്ന പരമാവധി കറണ്ട് ആണ് ഫ്യൂസിന്റെ ആംപിയറേജ്, ഫ്യൂസ് വയറിന്റെ ആംപിയറേജ്. എന്നിട്ട് നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. ശരിയായ ആംപിയറേജിലുള്ള ഫ്യൂസ് വയർ തന്നെ ഉപയോഗിക്കണം. അതങ്ങനെ പറഞ്ഞത് നമ്മള് സാധാരണ 2 സ്ഥലത്തല്ലേ ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ഒന്ന് എവിടെയാണ്? ഒന്ന് മെയിൻ സർക്യൂട്ടിലോ. ഏതല്ലോ എന്താണ് മെയിൻ സർക്യൂട്ട്? ഫേസും ന്യൂട്രലും കടന്നു വന്ന മീറ്റർ, അവിടെ നിന്ന് നേരെ പോകുന്ന മെയിൻ സ്വിച്ച്, അതുവരെയുള്ളതല്ല എന്ത്? മെയിൻ സർക്യൂട്ട് അല്ലെ? ഇവിടെയാണ് നമ്മൾ ആദ്യത്തെ ഫ്യൂസ് ബന്ധിപ്പിക്കുന്നത്, മെയിൻ ഫ്യൂസ് എന്ന് പറയും. പിന്നെന്താണ്? ശാഖാ ഫ്യൂസില് അല്ല, ശാഖാ സർക്യൂട്ടിൽ ഓരോ ശാഖാ സർക്യൂട്ടിലും ഓരോ ഫ്യൂസ് വെക്കും.
ഒരു ശാഖാ സർക്യൂട്ട്, അതായത് ഒരു റൂം, നമ്മുടെ വീട്ടിലെ ഒരു റൂം. ആ റൂമിൽ സാധാരണ രീതിയിൽ ശ്രദ്ധിക്കണം, സാധാരണ രീതിയിൽ എൻ്റെ റൂമിൽ സാധാരണ രീതിയിൽ ഒരു ഫാനും ഒരു ബൾബും ഒരു കമ്പ്യൂട്ടറുമാണ് ഉള്ളത് വിചാരിക്കാം. അപ്പം ഈ ഉപകരണങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 5 ആമ്പിയർ കറണ്ട് മതി. എത്ര കറണ്ട് മതി? 5 ആമ്പിയർ കറണ്ട് മതി. അപ്പൊ ഈ വയറിലേക്ക്, ഇത് എൻ്റെ റൂമിലേക്കുള്ള കറണ്ട് കൊണ്ടുപോകുന്ന കമ്പിയാണ് ഈ കമ്പിയിലേക്ക് കൂടി പരമാവധി 5 ആമ്പിയർ കറണ്ട് ഒഴിക്കാൻ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിക്കേണ്ട ഫ്യൂസിന്റെ ആംബിയറേജ് 5 ആമ്പിയർ ആയിരിക്കണം. അതായത് 5 ആമ്പിയർ കറണ്ട് വരെ ഇതിലേക്ക് കൂടി 5 ആമ്പിയർ കറണ്ട് വരെ ഈ ഫ്യൂസ് വയറിലേക്ക് കൂടി ഒഴുകിയിട്ട് എന്റെ സെക്ഷൻ സർക്യൂട്ടിലേക്ക് എത്താം. 5-നേക്കാൾ കൂടിയ കറണ്ട് എങ്ങാനും ഇതിലെ കൂടി ഇങ്ങോട്ട് വന്നാൽ എന്ത് സംഭവിക്കണം? ഈ ഫ്യൂസ് വയർ പൊട്ടണം. പൊട്ടുമല്ലോ. എന്തുകൊണ്ട്? 6 ആമ്പിയർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിന്റെ ഫ്യൂസ് റേറ്റിംഗ് ആംബിയറേജ് 5 ആയതുകൊണ്ട് അത് പൊട്ടും. 5 ആംബിയറേജ് എന്ന് വെച്ചാൽ എന്താണോ? 5-നേക്കാൾ കൂടുതൽ വന്നാൽ അത് പൊട്ടണം, അത് പൊട്ടും. സപ്പോസ് ഞാൻ എന്താക്കിയെന്ന് അറിയാവൂടാ, ഒരു ഫ്യൂസ് വയർ ഉപയോഗിച്ചു, അതിന്റെ ആംബിയറേജ് 8 ആമ്പിയർ ആയിരുന്നു. അപ്പൊ എന്തോ കാരണവശാൽ ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ്ങോ സംഭവിച്ചിട്ട് 9 ആമ്പിയർ കറണ്ട് ഈ സർക്യൂട്ടിലേക്ക് കൂടി പാഞ്ഞുകൊണ്ട് വന്നു. അപ്പൊ എന്താവും? അത് ഇത് കടന്നിട്ട് ഇത് പൊട്ടുന്നില്ല എന്ന് വിചാരിക്കും, ഈ ഫ്യൂസ് വയർ പൊട്ടുന്നില്ല, ഇത് പൊട്ടാതെ എന്റെ സെക്ഷൻ സർക്യൂട്ടിലേക്ക് വന്നു, അതായത് എന്റെ റൂമിലേക്ക് വന്നു. അപ്പൊ സാധാരണ രീതിയിൽ ഇതിന്റെ ഫംഗ്ഷൻ എന്താ? അമിതമായ കറണ്ട് വന്നാലല്ലേ അത് പൊട്ടാൻ പാടുള്ളൂ. ഓക്കെ, സപ്പോസ് ഇത് വന്നത് 7 ആമ്പിയർ ആണെന്ന് വിചാരിക്കും. 8 അല്ല 7 ആമ്പിയർ, 9 അല്ല 7 ആമ്പിയർ കറണ്ടാണ് വന്നത്. ആ 7 ആമ്പിയർ കറണ്ട് നേരെ ഈ ഫ്യൂസ് വയർ കടന്നിട്ട് എന്റെ സെക്ഷൻ സർക്യൂട്ടിലേക്ക് എത്തും. എന്തേ? 7 ആമ്പിയർ വന്നാൽ ഈ ഫ്യൂസ് വയർ കട്ടാവില്ല. ഫ്യൂസ് വയർ കട്ടാവണമെങ്കിൽ 8-നേക്കാൾ കൂടുതൽ വരണം. കാരണം അതിന്റെ ആമ്പിയറേജ് 8 ആമ്പിയർ ആണ്. 8-നേക്കാൾ കൂടുതൽ വന്നാലേ അത് കട്ടാവത്തുള്ളൂ, അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കും? ആ 7 ആമ്പിയർ കറണ്ട് എന്റെ സർക്യൂട്ടിലേക്ക് എത്തും. എന്റെ സർക്യൂട്ടിന് 5 ആമ്പിയർ മതി. എന്റെ റൂമിലുള്ള ഉപകരണങ്ങൾക്ക് 5 ആമ്പിയർ മതി. ആ ഉപകരണങ്ങൾക്ക് 7 ആമ്പിയർ കൂടിയ കറണ്ടാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ വയർ കത്തിപ്പോകും, എന്റെ റൂമിലുള്ള ഉപകരണങ്ങൾ കേടാകും. എന്താ സംഭവിച്ചത്? ശരിയായ ആംബിയറേജിനേക്കാൾ കൂടിയ ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ ഉപയോഗിച്ചത് കൊണ്ടുള്ള കുഴപ്പമാണത്. മനസ്സിലായ? അപ്പൊ എന്താണ്? ശരിയായ ആംബിയറേജിനും കൂടിയ ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ഫ്യൂസ് വയർ ഉരുകി പൊട്ടാത്തൊരവസ്ഥ വരും. ഇനി ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാല് 5 ആമ്പിയർ വേണ്ടെടുത്ത് ഞാൻ 3 ആംബിയറേജുള്ള ഫ്യൂസ് വയർ ഉപയോഗിച്ചു. എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ഞാനിവിടെ എന്റെ ഉപകരണം TV ഓൺ ആക്കി വിചാരിക്കാം. TV ഓൺ ആക്കുമ്പോൾ ആ ടിവിയിലേക്ക് 5 ആമ്പിയർ കറണ്ട് ഒഴുകി വരണം, വേണ്ടേ? അപ്പൊ ഇത് 5 ആമ്പിയർ ഇതിലേക്ക് കൂടി ഇങ്ങനെ വരികയാണ്. 5 ആമ്പിയർ വന്നിട്ട് ഈ ഫ്യൂസ് കടന്നിട്ട് വേണം എന്റെ ടിവിയിലേക്ക് വരാൻ. പക്ഷെ ഫ്യൂസിലേക്ക് 5 ആമ്പിയർ ഒഴുകി വന്നാൽ അത് പൊട്ടിപ്പോകും. കാരണം ഈ ഫ്യൂസിന്റെ ആമ്പിയറേജ് എത്രയാണ്? 3 ആമ്പിയർ. 3 ആമ്പിയറിനേക്കാൾ കൂടിയ കറണ്ട് 5 ആമ്പിയർ വരുമ്പോൾ അത് കട്ടാവും. അതായത് എനിക്ക് ഇവിടുത്തെ ഒരു ഉപകരണം പ്രവർത്തിപ്പിക്കാൻ പറ്റൂല. സ്വിച്ച് ഓൺ ആകുമ്പോഴേക്കും ഫ്യൂസ് കട്ടാവും. അപ്പോ ശരിയായ ആംബിയറേജ് അല്ല എങ്കിൽ, ശരിയായ ആംബിയറേജിലും താഴെ ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപകരണത്തിന്റെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ ഫ്യൂസ് വയർ കട്ടാവും. അതേസമയം ശരിയായ ആംബിയറേജിലും കൂടിയ ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും? അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടായാലും ഫ്യൂസ് വയർ ഉരുകി പൊട്ടാത്ത അവസ്ഥ വരും. അപ്പൊ ഉപകരണങ്ങൾ നശിച്ചു പോകും. അപ്പൊ ഇതാണ് പറഞ്ഞത്, ശരിയായ ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ തന്നെ ഉപയോഗിക്കണം. സോ ഫ്യൂസ് വയർ ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, ഫ്യൂസ് വയർ എന്താ പറയാ, പോർസലിൻ ബ്ലോക്ക് ബ്രിഡ്ജിന്റെ അഗ്രങ്ങളിൽ ദൃഢമായി ബന്ധിപ്പിക്കണം. 2, ആ ദൃഢമായി ബന്ധിപ്പിക്കണം. ഇത് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ഇതിവിടെ നമ്മൾ മുറുകി നിൽക്കണം. മുറുകിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ്, ഇങ്ങനെ നേരെ മുറുകിയിട്ട് നിൽക്കണം, ലൂസായി കൂടാ. അതുകൂടിയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇതിന്റെ അഗ്രങ്ങൾ സ്ട്രോങ് ആയിട്ട് ബന്ധിപ്പിക്കണം. ബന്ധിപ്പിച്ചിട്ട് ഇതിന്റെ ഉള്ളിലാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കണം, ലൂസായിട്ട് വരാൻ പാടില്ല. പിന്നെയോ രണ്ടാമത്തത്, ഫ്യൂസ് വയർ പുറത്തേക്ക് തള്ളി നിൽക്കാൻ പാടില്ല. 3, ശരിയായ ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ തന്നെ ഉപയോഗിക്കണം. അപ്പൊ ആംബിയറേജ് പറയുമ്പോൾ എന്താണ് ആംബിയറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ സാധാരണ വീടിൽ വൈദ്യുതീകരണം നടത്തുമ്പോൾ, അതായത് വയറിങ് നടത്തുമ്പോൾ, എല്ലാ സ്ഥലത്തും ഒരേ കട്ടിയുള്ള തിക്നെസ് ഉള്ള വയറല്ല ഉപയോഗിക്കാറ്. തിക്നെസ്സിൽ വ്യത്യാസമുണ്ടാവാറുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതോപകരണത്തിന്റെ തിക്നെസ്സിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. നമ്മളെ വീടിന്റെ എന്താ പറയുക, നിങ്ങളുടെ വീടിൽ നിങ്ങളുടെ റൂമിലേക്ക് ഉപയോഗിച്ചിട്ടുള്ള വയറിന്റെ കട്ടി എത്രയാണോ ആ കട്ടിയല്ല നമ്മൾ പിന്നെ അടുക്കളയിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അടുക്കളയിൽ കുറച്ചുകൂടി കട്ടിയുള്ള വയറാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക, റൂമിൽ കുറച്ച് കട്ടി കുറഞ്ഞതാണ്. എവിടെയാണ് നല്ലോണം വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടി വരുന്നത് അവിടെയൊക്കെ കട്ടി കൂടിയ വയർ ഉപയോഗിക്കണം. എന്താണെന്നറിയാവോ? നേരെ നോക്കണം. അത് ഈ ആംബിയറേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ അടുക്കളയിൽ, ഇതാണ് അടുക്കളയിലേക്ക് പോകുന്ന വയർ എന്ന് വിചാരിക്കാം. അടുക്കളയിലേക്ക് കറണ്ട് കൊണ്ടുപോകുന്ന വയർ. അടുക്കള ഒരു സെക്ഷൻ സർക്യൂട്ട് ആണല്ലോ. അടുക്കളയിലേക്ക് ഒരുപാട് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. മിക്സി, ഗ്രൈൻഡർ, ഫ്രിഡ്ജ്, അതൊക്കെ അവിടെയാണ് ഉണ്ടാവുക. അപ്പൊ അതിനെല്ലാം കൂടി നല്ലോണം കറണ്ട് വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, അവിടേക്ക് എല്ലാത്തിനും കൂടി ഒരേ സമയം 10 ആംപിയർ കറണ്ട് വേണമെന്ന് വിചാരിക്കാം. അപ്പൊ 10 ആംപിയർ വൈദ്യുതി വരെ താങ്ങാൻ കഴിവുള്ള കമ്പിയായിരിക്കണം അവിടെ ഉപയോഗിക്കേണ്ടത്. അതേപോലെ അവിടേക്കുള്ള ഫ്യൂസ്, ആ സെക്ഷൻ സർക്യൂട്ടിലേക്കുള്ള ഫ്യൂസ് ഉണ്ടല്ലോ, ആ സെക്ഷൻ സർക്യൂട്ടിലേക്കുള്ള ഫ്യൂസ് അതിന്റെ ആംപിയറേജ് 10 ആംപിയർ ആയിരിക്കണം. അതേസമയം നമ്മുടെ റൂമിലേക്ക് പരമാവധി 5 ആംപിയർ മതി. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഫ്യൂസിന്റെ ആംപിയറേജ് 5 ആംപിയർ ആയിരിക്കും. അപ്പൊ ഈ 5 ആംപിയർ ഫ്യൂസും 10 ആംപിയർ ഫ്യൂസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ടും ഒരേപോലത്തെ ഫ്യൂസ് വയർ തന്നെ ഉപയോഗിക്കുക? അല്ല, അതിന്റെ കട്ടിയിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ആംപിയറേജ് കൂടിയ കമ്പിയാണെങ്കിൽ അതിന്റെ കട്ടി കൂടുതലായിരിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ആംപിയറേജ് കൂടുതലാണെങ്കിൽ അതിന് കട്ടി കൂടുതലായിരിക്കും. ആംപിയറേജ് കുറവാണെങ്കിൽ അതിന് കട്ടി കുറവായിരിക്കും, നേർത്ത കമ്പിയായിരിക്കും. അപ്പൊ അതുകൂടി നിങ്ങൾ മനസ്സിലേക്ക് ഓർമ്മയാണ്. ശരിയായ ആംപിയറേജ് ഉള്ള വയറിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണത്? ശരിയായ തിക്നെസ് ഉള്ള, ശരിയായ കട്ടിയുള്ള കമ്പിയായിരിക്കണം. അപ്പൊ നമ്മുടെ വീടിന് റൂമിലേക്ക് പോകുന്ന സെക്ഷൻ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഫ്യൂസ് വയർ നല്ല കട്ടിയുള്ളത് ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ അടുക്കളയിലേക്കുള്ളത് കട്ടി കുറഞ്ഞത് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് ഫ്യൂസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നന്നായിട്ട് മനസ്സിലാക്കുക. സംശയമുള്ളത് ചോദിക്കുക. ഓക്കെ.